നമസ്കാരം, ഞാൻ സിനൂബി. ഇടപ്പറമ്പി ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കരിമാലൂർ പഞ്ചായത്തിലെ മനക്കപ്പടിയിലുള്ള ഓമനക്കുട്ടൻ ചേട്ടൻ്റെ വീട്ടിലാണ്. ഇവിടെ ഓമനക്കുട്ടൻ ചേട്ടന് പശുക്കളെ വളർത്തുന്നുണ്ട്. ഈ പശുക്കളെ വളർത്താനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ തൻ്റെ ഓട്ടിസം ബാധിച്ച മകനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ഓമനക്കുട്ടൻ ചേട്ടൻ്റെയും കുടുംബത്തിൻ്റെയും പശു വളർത്തലിലൂടെയുള്ള അതിജീവനമാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഓമനക്കുട്ടൻ ചേട്ടൻ. ഇടപ്പറമ്പി ഫാമിലേക്ക് സ്വാഗതം. ചേട്ടൻ ഇപ്പൊ എത്ര പശുക്കളുണ്ട്? നിലവില് 2 പശുക്കളാണുള്ളത്. 2 പശുക്കളാണുള്ളത്. അതായത് ഈ 2 പശു അത് എടുക്കടാവും അല്ലേ? പശുക്കളെ ഒരാളുടെ സംഘടിപ്പിക്കണം, അതിനുള്ള ശ്രമത്തിലാണ്. മൂന്നാമത് ഒരാളെ കൂടെ കൊണ്ടുവരണം അല്ലേ? മുന്നോട്ട് പോകാൻ പറ്റില്ല. അതായത് ഇപ്പൊ എത്ര നാളായത്? ഇതിപ്പോ പറയുകയാണെങ്കിൽ വലിയൊരു കഥ പറയേണ്ടി വരും. കാരണം വെച്ചാൽ ഇവിടെ ഞാൻ തുടങ്ങി 3 പശുക്കളായിട്ട് തുടങ്ങിയതിന് ശേഷം ചെറിയ മണത്തിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ സുഹൃത്ത് ഒരുമിച്ച് വേറൊരു ഫാം എന്നുള്ള രീതിയിലേക്ക് പയ്യെ നീങ്ങി. അപ്പോൾ അവിടെ 6-7 പശുക്കളുണ്ടായി. നമ്മൾ ലോണൊക്കെ സംഘടിപ്പിച്ച് 7 പശുക്കളും നമ്മൾ സംഘടിപ്പിച്ച് തുടങ്ങി. പക്ഷെ അവിടെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകതയിൽ കാരണം വെച്ചിട്ട് നമുക്ക് ലോണിൻ്റെ കാര്യങ്ങൾ കൂടുതൽ സംഭരിക്കാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി. കാരണം വെച്ചാൽ പശുക്കളുടെ എണ്ണം കൂട്ടിയാൽ മാത്രമേ നമുക്കത് റൺ ചെയ്ത് പോകാൻ പറ്റുള്ളായിരുന്നു. അന്നേരം 7 പശുക്കളുണ്ടായിരുന്നു. 8 പശുക്കളുണ്ടായിരുന്നു. തുടങ്ങിയതാണ്. ചേട്ടൻ മാത്രമായിരുന്നു? ഇല്ല, എൻ്റെ ഒരു സുഹൃത്തുണ്ടായി. ഞങ്ങളുടെ വാർഡിലെ മെമ്പറുടെ ഭർത്താവാണ്. അപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പാർട്ണർഷിപ്പിലായിരുന്നു ആ ഒരു ഫാം തുടങ്ങിയിരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ ഇങ്ങോട്ടേക്ക്? കാരണം വെച്ചാൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ഡള്ളാണ് ഒരു അവസ്ഥയിലേക്കായി. കാരണം വെച്ചാൽ നമുക്ക് പശുക്കളുടെ എണ്ണം കൂട്ടാനായിട്ട് സാധിച്ചില്ല. കാരണം നിലവിൽ ഇപ്പോഴത്തെ സംവിധാനത്തിൽ നമുക്ക് ലോണോ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് കിട്ടാൻ പറ്റാത്തൊരു ഇതായി. കാരണം സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. പിന്നെ മൊത്തത്തിൽ പുതിയ സ്കീമുകളൊന്നും കാര്യമായിട്ടാണ്ട് ഇതാവാത്ത ഒരു ഇതായി. അപ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത കാരണം നമുക്ക് മാർച്ച് ഇയർലി ക്ലോസിങ് കഴിഞ്ഞതിന് ശേഷം പുതിയ സ്കീമുകളൊന്നും ഇപ്പോൾ ഈ ജൂൺ 4 കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് ഇലക്ഷൻ ഡിക്ലെയർ ആയതിൻ്റെ പേരിൽ വേറെ പുതിയതായിട്ട് ലോണുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു വാഗ്ദാനങ്ങളും കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നതിൽ അവിടെ നമ്മൾ മൊത്തത്തിൽ അടിയിൽ പോകുന്നൊരവസ്ഥയിലായി. അങ്ങനെ നമുക്ക് അവിടെ ഇത്തിരി ചില നഷ്ടങ്ങളൊക്കെ വന്ന്. കാരണം ഒരു പശു നമ്മൾ ഇൻഷൂർ ചെയ്യാണ്ട് പ്രസവിച്ചൊരു 6-7 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു. അത് തന്നെ ഒരു 50,000 രൂപ നമ്മൾ എണ്ണിപ്പറിക്കാണ് അത് വാങ്ങിച്ചത്. പിന്നെ അത് കൂടാതെ പിന്നീട് നമുക്കൊരു 6 കിടാവ് ഇതേപോലത്തെ കിടാക്കള്. ഈ കിടാക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ അവര് നമുക്കൊരു ഇതൊന്നാണ്ട് അറിയിച്ചു തന്നാൽ നമ്മുടെ ഒരു ഇല്ലില്ല എനിക്ക് യാതൊരു മേഖലയ്ക്ക് വരുന്നത്. എനിക്ക് മോനൊരാളുണ്ട്. അവൻ ഓട്ടിസം ഹൈപ്പറാക്റ്റീവ് ആണ്. അവന്റെ കാര്യങ്ങളെല്ലാം അവന്റെ സമയത്ത് ചെയ്യും. കാരണം അങ്ങനെ ക്രമീകരിച്ച് നിർത്താനൊന്നും സാധിക്കില്ല. ഇപ്പം മഴക്കാലമായാലും ചെറവറ മൂത്രമൊഴിക്കും. 2-3 പ്രാവശ്യം കിടന്നാണെങ്കിലും മൂത്രമൊഴിക്കും രാത്രി. അതേപോലെ പകലും പ്രശ്നങ്ങളാണ്. ഒരു ദിവസം നല്ലൊരു ജോഡി ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പം അവനെ കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ആള് വേണം. അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, കുഞ്ഞിനെ നോക്കാൻ സാധിക്കും അല്ലേ? അതുകൊണ്ടാണ് ഈ ഒരു മേഖലയ്ക്ക് പരിചയമില്ലെങ്കിലും ഇതിലേക്ക് കാരണം നമുക്ക് ജീവിക്കണ്ടേ, നമ്മള് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ്. വീട്ടിൽ വെറുതെ കിട്ടില്ല. പക്ഷെ ഈ ഒരു പശു വളർത്തലുണ്ടെങ്കിൽ ഒരു 2 പശു ഉണ്ടെങ്കിൽ ഒരൊറ്റ പശു ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഏറെക്കുറെ. കാരണം പിന്നെ ഇതിന്റെ ദൈനംദിന ചെലവുകൾ, തീറ്റ ചെലവ് കാര്യങ്ങൾ ഇതെല്ലാം നോക്കുമ്പോൾ ചെറിയൊരു ഇതുണ്ട്. പക്ഷെ നമ്മൾ ഇതിലെ സസൂക്ഷ്മം നമ്മൾ നിരീക്ഷിച്ചാൽ മാത്രമേ ഇവരെ രോഗശയ്യെന്നൊക്കെ നമുക്ക് രക്ഷിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ എപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനിടയ്ക്ക് വൈഫ് ഒന്നിനും പോയിരുന്നില്ല. ഈയിടെ പുള്ളിക്കാരത്തി ഹരിതകർമ്മസേനയുടെ പരിപാടിക്ക് പോകുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ തിരിച്ചു ഇവിടെ തന്നെ എനിക്ക് പറയണം. എപ്പോഴും അത്യാവശ്യ സന്ദർഭത്തിൽ ഇപ്പോൾ പാല് കൊടുക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു 1-1.5 മണിക്കൂറൊക്കെ ആളെ ജസ്റ്റ് അടക്കി വെച്ചിട്ടാണ് പോണത്. അതുകൊണ്ട് നിവൃത്തിയില്ല. അതാണ് കാരണം. നമ്മൾ പിന്നെ ഏകദേശം സംസാരിച്ചിരുന്ന ആളാണ്. 6 വയസ്സ് വരെ സംസാരിച്ചിരുന്നതാണ്. 6 മാസം വരെ നമ്മൾ സ്കൂളിലാക്കിയാണ്. എല്ലാവരുടെ പേരുകളും എല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്ന ഒരാളാണ്. വളരെ ബ്രില്യൻ്റ് ആയിട്ടൊരു മോനായിരുന്നു. പക്ഷെ ക്രമേണ അവൻ ഇതായി. അപ്പോൾ അത് ഡോക്ടേഴ്സിനെ നമ്മൾ കാണിക്കാൻ തുടങ്ങി. അന്നുകൂടി ചികിത്സകൾ തുടങ്ങിയതാണ്. ലൂർദിൽ ന്യൂറോളജി ഡോക്ടറെ കാണിച്ചു. അപ്പോൾ അവർ ഓട്ടിസം ആണെന്ന് പറഞ്ഞു. ആള് ഹൈപ്പറാക്റ്റീവ് ആണ്. ഈ വൈദ്യശാസ്ത്രത്തിൽ ഹൈപ്പറാക്റ്റീവ് എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം വെച്ചാൽ അവൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ
കൈയടിച്ച് ഓടിക്കൊണ്ടിരിക്കും. നമ്മളുടെ ഒരു കൺട്രോളിൽ അവൻ ഒരിക്കലും വരില്ല. കാരണം കയ്യിൽ നിന്ന് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥ. തീർച്ചയായും. അല്ല, കൊച്ചുകുട്ടി എന്ന് തന്നെ പറയാം. ആള് പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഓടിക്കളയും. കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുനാളിൽ അവനെ നമ്മൾ ആപ്പിയിടും. ആപ്പിയിട്ട് കഴിഞ്ഞ് നമ്മൾ കുണ്ടി കഴിക്കണം, മൂത്രമൊഴിക്കും, അപ്പോൾ ഡ്രസ്സ് മാറ്റി കൊടുക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പിന്നെ വരും അതിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവനെ എപ്പോഴും പിന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരാളുള്ളൂ. രണ്ടാമത്തെ ഒരാൾ നമുക്ക് കിട്ടിയില്ല എന്ന് പറയാം. കാരണം പ്രഗ്നൻസി ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് രണ്ടാമത്തെ ഒരാളെ നമുക്ക് ദൈവം തന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരാളേ ഉള്ളൂ. ഇപ്പോൾ 22 വയസ്സായി. അപ്പോൾ അവനിവിടെ അടുത്തൊരു പഠിച്ച സ്കൂളുണ്ട്, അവിടെ വിട്ടതാണ്. അപ്പോൾ വിടാനായിട്ടെന്ന് പറഞ്ഞാൽ മഴക്കാലം അങ്ങോട്ട് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് കൂടുതൽ വേണം. ഇപ്പോൾ ഈ 2 ദിവസമായിട്ട് മഴ കാരണം ഉണങ്ങണില്ല. അപ്പം അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ആയാലും 2-3 പ്രാവശ്യം മൂത്രമൊഴിക്കലും പ്രശ്നങ്ങളുണ്ട്. ഇവിടെയൊക്കെ അങ്ങനെ തന്നെ. അപ്പം അതുകൊണ്ട് പ്രശ്നങ്ങളാണ്. അവിടെ സ്റ്റോപ്പ് ചെയ്തില്ലേ? അതിനുശേഷം ഇത് വാങ്ങിയതാണ് ഇവിടെ വന്നത്? അതെ, തീർച്ചയായിട്ടും. ഇല്ല അതിൽ നമ്മൾ 1-2 പേരെ നമ്മൾ കൊടുക്കുക, ഇവർ 2 പേരെ കൊടുക്കാന്ന് വെച്ചപ്പോൾ നമുക്ക് കാര്യമായി വില കിട്ടാത്തൊരവസ്ഥയായി. വാങ്ങിച്ചിട്ട് അധികം നാളുകളായില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഇവരെ നമ്മുടെ കൂടെ കൂട്ടിയതാണ്. ഇതിപ്പോ എത്ര പ്രായമുണ്ട്? ഇവർക്ക് ഇപ്പൊ ഇവര് ഒരു 4 പ്രസവത്തോളം ആയിട്ടുണ്ട്. 4 പ്രസവം. അപ്പൊ എത്ര വർഷമായിട്ടാണ് ചേട്ടൻ ഈ പശു വളർത്തലേക്ക് വന്നത്? ഞാനിപ്പോ ഒരു മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 8 വർഷമായിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്ന് ഒരു കിടാവിനെ കിട്ടി. അത് വെച്ചാണ് നമ്മൾ തുടങ്ങണത്. അതെല്ലേ? അപ്പൊ ഗവൺമെന്റ് സഹായം കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമ്മള് പൈസയൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെ 3 പേരിലായി. അത് കുറച്ചാൾ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ നമ്മള് പയ്യെ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങിയതാണ്. ഇത് ഏകദേശം രാവിലെ 6 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. കാരണം ഇപ്പൊ ഏകദേശം ഒരു 3 മാസത്തോളം ആയിട്ടുണ്ട് പ്രസവിച്ചിട്ട്. ചെന പിടിപ്പിക്കുന്ന രീതി ഉണ്ട്. കാരണം ചില സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ്, അതായത് പാല് കൊടുക്കുന്ന ആളുകളെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് പശുവിനെ പെട്ടെന്ന് ഒരു വിധം നോക്കിയെടുക്കാണ്ട് നിർവാഹമില്ല. കാരണം അടുത്ത ഒരു പശു പ്രസവിച്ച് നമ്മുടെ അടുത്ത് എണ്ണം കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമില്ല. എണ്ണം കുറവാകുമ്പോൾ നമ്മൾ ബ്രീഡ് ചെയ്ത് അതിൻ്റെ എണ്ണം സമയമെടുക്കും. അപ്പോൾ അത്രത്തോളം സമയം നമുക്ക് നമ്മുടെ ഉപജീവനവും നമ്മുടെ നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. പാലിൻ്റെ കാര്യത്തിൽ തന്നെ പറയുമ്പോൾ നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പൈസ എല്ലാം തരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവരൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല. വർഷങ്ങളായിട്ടുള്ള കസ്റ്റമർ ആയിരുന്നു. ആ പശു ഇതേപോലെ തന്നെ 3-3.5 മാസത്തിനടുത്തായിട്ടുണ്ട്. ഇവര് 2 പേരും ഏകദേശം ഇപ്പൊ നീണ്ട പ്രസവ കറവ് കിട്ടുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കാണ്ട് നിർത്തിയത്. ഏകദേശം അതിനൊരു 7 ലിറ്ററിന് താഴെയുണ്ട്. 6 ലിറ്റർ 8 ലിറ്റർ താഴെ. HF ക്രോസ് ഇപ്പൊ ആണെങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഞാൻ നോക്കി. പക്ഷെ അയാള് കുഴപ്പമില്ല. ഇത് കറക്കുന്ന ഈ പശു ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ കറന്നിരുന്ന ആള് ആ ഫാമിലി വെച്ച് കറന്നിരുന്ന ആളാ. പുള്ളി തന്നെ ഇപ്പോഴും കറക്കണം. കാരണം വെച്ചാൽ ഞാൻ കറക്കാൻ ശ്രമിച്ചിട്ട് ഇയാള് കൈയും കാലൊക്കെ എടുക്കലും പ്രശ്നങ്ങളൊക്കെയാണ്. നമുക്ക് പാല് കൂടുതൽ കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ. അപ്പൊ അതുകൊണ്ട് ഇതിനെ നമ്മള് പയ്യെ നോക്കിയില്ലെങ്കിൽ രക്ഷയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ചേട്ടൻ തന്നെ വന്ന് കറന്ന് തരുന്നു. അതിന് ഞാൻ കറക്കുന്നത്. അതല്ല, നമ്മള് ചെയ്തേ പറ്റൂല. നമ്മള് അങ്ങനെയാണല്ലോ എന്ത് രീതി ഇതില് നമ്മള് തീർച്ചയായും. കാരണം നമ്മള് ചെയ്യാണ്ട് തീർത്തില്ല. പുല്ലിറക്കല് എല്ലാം സ്വന്തം പരിപാടികളൊക്കെ തന്നെ. ഈ പശുത്തൊഴുത്ത് നേരത്തെ ഉണ്ടായിരുന്നല്ല. നമ്മളിപ്പോ അപ്പുറത്തൊരു ചെറിയ ഷെഡായിരുന്നു. അതിനുശേഷം ഇത് അമ്മ ഉണ്ടായിരുന്നു. അമ്മയുടെ മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞുള്ളൂ. അമ്മ തൊഴിലുറപ്പിന്റെ പരിപാടിക്ക് പോയിരുന്നപ്പോ അമ്മക്ക് ആ തൊഴിലുറപ്പിന്റെ ആനുകൂല്യത്തിൽ കിട്ടിയതാണ്. പിന്നെ നമ്മൾ സ്വല്പം പൈസ സംഘടിപ്പിച്ച് അങ്ങനെ ചെയ്തതാണ്. അപ്പൊ ചേട്ടന്റെ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ എത്ര പശു വേണം ചേട്ടന്? ഏകദേശം ഒരു 3 പശു ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ട് ചേട്ടൻ നമുക്ക് നിർത്താൻ പറ്റില്ല? അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇനിയിപ്പോ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകണം. സമ്പാദിക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നുമില്ല. അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകണം. അന്നുള്ള ഉപജീവന മാർഗം നടന്നു പോകണം. എത്ര മാത്രമേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല ഇനി ജീവിതത്തിൽ. അതെല്ലാം ഇതായി. കാരണം ആളെ നമ്മൾ പരമാവധി ശ്രമിച്ചു. ആളുടെ കാര്യങ്ങളെങ്കിലും ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തി. പക്ഷെ അതെല്ലാം വിഫലമായി. കാരണം വെച്ചാൽ ഇതിനങ്ങനെ മെഡിസിൻ ഇപ്പോൾ അവന് ഫിക്സ് ഒരു 16ാമത്തെ വയസ്സിൽ ഏകദേശം ഓൾറെഡി ഫിക്സ് വന്നു കഴിഞ്ഞു.
അപ്പോൾ അതിൻ്റെ ഗുളിക മുടങ്ങാണ്ട് അത് 65 രൂപയോളം വരുള്ളൂ 10 ഗുളിക അത് മുടങ്ങാണ്ട് കൊടുക്കണം. അത്രയേ ഉള്ളൂ. ഇതിനിടയിൽ മോൻ്റെ ചികിത്സ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടന്ന് അങ്ങനെ ഏകദേശം പഴയ വീടിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി ഒരു സ്വല്പം പൈസ എടുത്തിട്ട് അത് പലവട്ടം പുതുക്കി വെച്ചു. അങ്ങനെ അതിപ്പോൾ 2,90,000 രൂപ കോപ്പറേറ്റീവ് ബാങ്ക് അപ്പോൾ നടപടി എന്നുള്ള രീതിയിൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊന്ന് വീണ്ടും പുതുക്കി വെക്കാനുള്ള ശ്രമത്തിലാണ്. പുതുക്കി വെക്കണമെങ്കിൽ ഇത് നമുക്ക് പൂക്കുവരുത്തി ചെയ്തിട്ടില്ല, കാരണം വെച്ചാൽ അമ്മയുടെ പേരിലാണല്ലോ. അപ്പോൾ അത് പൂക്കുവരുത്തിയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് പുതുക്കി വെക്കാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് അവർ സൊസൈറ്റി സെക്രട്ടറി പറയുന്നത്. അപ്പോൾ അതിനുള്ള ശ്രമത്തിലാണ്. ചേട്ടൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി പറയുന്നു. ഇനി നല്ല രീതിയിൽ ഈ പശുക്കളെ വളർത്താൻ സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ കുട്ടീനെ നല്ല രീതിയിൽ നോക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഓമനക്കുട്ടൻ ചേട്ടൻ്റെ പശു വളർത്തലാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.